ഹലോ, എല്ലാവർക്കും പിക്ക് ആൻഡ് മിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിലും ഏകദേശം അതേ ടേസ്റ്റിലൊക്കെ ആയിട്ട് വീട്ടിലെങ്ങനെ റോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കനൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര്, സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അത് ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഉച്ച സമയത്താണ്. എന്നിട്ട് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തത് രാത്രിയാകുമ്പോഴാണ്. ഏകദേശം 5-6 മണിക്കൂറോളം നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മൾ ചിക്കൻ നല്ലപോലെ സോക്ക് ചെയ്തെടുക്കുന്നത് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ കുരുമുളക് പൊടിയുടെയും അതുപോലെ ഒരു എരിവും പുളിയൊക്കെ വരാനും അതുപോലെ ചിക്കന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത്ര സമയം നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ 2 പാത്രങ്ങളിലായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പാത്രത്തിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് കൊടുത്തു. മറ്റേതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഒരു പാന് നല്ലപോലെ ചൂടാക്കിയെടുത്തു. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കനിൽ കോട്ടിങ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ള മൈദമാവിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുളക് പൊടിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ ഫ്ലേവറിലേക്ക് ചിക്കനെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ചിക്കനിനെ കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഫസ്റ്റുള്ള മൈദപ്പൊടിയിലേക്ക് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മൈദയുടെ മിക്സിൽ മുളക് പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മൈദയുടെ മിക്സിലേക്ക് ഇട്ടെടുത്ത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ചിക്കനെല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അന്ന് നമ്മൾ നല്ലപോലെ ചൂടാക്കിയെടുത്ത എണ്ണ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇട്ടുകൊടുത്ത സമയം തന്നെ നമ്മൾ തിരിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിൽ അത് നല്ലപോലെ ഡിപ്പാവാനുള്ള ഓയിൽ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ കുറച്ച് ഓയിലാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ പിന്നെ വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണത്. നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കുന്ന ബ്രോസ്റ്റഡിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും ആണെന്ന് പറയുന്നില്ല. എന്നാലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.